അമ്മേ അമ്മേ അമ്മ ഇറങ്ങാൻ വാ. ഓ വരും മക്കളെ, ഇപ്പൊ ജോലി വരും. കുക്കർ അവിടെ പോയി? അതേ ഇരിക്കുന്നു കുക്കർ. അയ്യോ കുക്കർ താഴെ പോയി. ഇതെങ്ങനെ താഴെ പോയി? ഞാൻ അങ്ങ് അറ്റത്ത് നീക്കി വെച്ചതല്ലേ, ഇതെങ്ങനെ താഴെ പോയി? ആ ചിലപ്പോ എങ്ങനെയും താഴെ പോയായിരിക്കും. എന്തായാലും എടുക്കട്ടെ. അയ്യോ എനിക്ക് മനസ്സിലാത്ത എനിക്ക് കുക്കർ എങ്ങനെ താഴെ വീണ്. കുക്കർ താഴെ ഇരിക്കാൻ വേണ്ടി ഞാൻ ഫിത്തിയുടെ അങ്ങോട്ട് ചേർത്ത് വെച്ചാളോ, പിന്നെ എങ്ങനെ ഇങ്ങോട്ട് വന്ന് വീണ്? ആരെങ്കിലും ഇങ്ങോട്ട് പിടിച്ച് വലിച്ചതല്ലേ താഴോട്ട് വന്ന് വീഴത്തുള്ളൂ. ഇതെങ്ങനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനും പോയി കിടന്ന് ഇറങ്ങട്ടെ. വെറുതെ വീട്ടിൽ കുത്തിരിക്കുന്നുണ്ട്, ബോറടിക്കുന്നത്. എന്തെങ്കിലും കളിച്ചാലോ? അല്ല എന്ത് കളിക്കാനാ? കൺമണിമോളെ വിളിക്കാം, അവളോട് വല്ലതും കളിക്കാൻ പറയാം. കൺമണിമോളെ, കൺമണിമോളെ. എന്തൊരു സ്പീഡാണ് നീ അടുക്കള നിന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോ. തോട്ടത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എവിടെയെങ്കിലും തട്ടിയാലേ അപ്പുറത്തെ തോടി ചെന്ന് വീഴുന്നീ. വേറെ ആരും പറ, ചേട്ടൻ എന്താ വിളിച്ചെന്ന് പറ. എടി നമുക്ക് രണ്ടുപേർക്ക് എന്തായാലും കളിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്. എന്താ കാര്യ? ഞാൻ പറയുന്നത് ഈ കളിക്കകത്ത് കളിക്കാൻ പറ്റത്തുള്ളൂ. എന്തേലും ഒരു കളി പറ, അത് കളിക്കാം. എന്താ പറ? നമുക്ക് തുള്ളി കളിച്ചാലോ? തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു, തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു. ഒന്ന് പൊടി അവിടുന്ന്, എനിക്കൊന്നും വയ്യ തുള്ളി കളിക്കാനായിട്ട്. ഒന്ന് പൊടി അവിടുന്ന്, എനിക്കൊന്നും വയ്യ തുള്ളി കളിക്കാനായിട്ട്. 2-3 മിനിറ്റാണ് കുഴപ്പമില്ല. 1/2 മണിക്കൂർ എന്നേനാ കഴിഞ്ഞ ദിവസം തുള്ളി കളിപ്പിച്ചത്. എനിക്ക് എന്റെ തല ഇറങ്ങിയിട്ട് വയ്യ, ഛർദിക്കാനും വന്നിട്ട് വയ്യ. എന്റെ പൊന്നെ അതൊന്നും കൺമണിമോൾക്ക് ഒരു കാര്യമില്ലല്ലോ, എനിക്കല്ല കുഴപ്പം. അതുകൊണ്ട് ചേട്ടൻ ഇപ്പൊ വരുന്നില്ല കളിക്കാൻ. മോള് തന്നെ അങ്ങ് പോയി കളിച്ചോ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴൊക്കെ. നിന്റെ ഈ ബൗബോ ഇതൊരു മാറ്റിയില്ലടി, വലിയ പെണ്ണായി. എന്നിട്ട് ഇതൊരു മാറ്റില്ല എന്റെ ബൗബവും. പിന്നെ നിന്നെ ഈ വെക്കേഷൻ കഴിഞ്ഞിട്ട് അംഗനവാടി വിടാൻ പോവാ. അയ്യേ പേടിയോ? പിന്നെ ഇപ്പൊ ഇരുന്ന് കളിക്കാനായിട്ട് കൊച്ചു പ്രായമൊന്നുമില്ല, വലിയ പെണ്ണായി നീ. 4 വയസ്സൊക്കെ വലിയ പെണ്ണായി. മോളെ ഈ വെക്കേഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ അംഗൻവാടി വിടാൻ പോവാ കേട്ടോ. എന്നോട് തന്നെ പറയുന്നത് അമ്മയോട് പറ. അമ്മയാണ് ചെറുപ്പത്തിൽ എന്നോട് അംഗനവാടി പോകാൻ പറയുമ്പോൾ ഞാൻ ഇങ്ങനൊന്നും പറയത്തേ ഇല്ല. ശരി പോവാന്നൊക്കെ പറയുന്നത്. നല്ല രസം അംഗനവാടി, കുറെ കൂട്ടുകാർ കിട്ടും മോൾക്ക് കളിക്കാനായിട്ട്. ചേട്ടനും ചേച്ചിക്ക് എപ്പോഴൊന്നും കളിക്കാൻ പറ്റത്തില്ലല്ലോ. ചേട്ടൻ ചേച്ചിക്ക് സ്കൂളിൽ പോണ്ടേ? പിന്നെ നിന്നോട് ഇപ്പൊ കളിക്കാതിരിക്കല്ലേ, ഞങ്ങൾക്ക് സമയം പൊടി ആടുന്നത്. നിന്നെപ്പോലെ ഞങ്ങൾ ചുമ്മാതെ കളിച്ച് നടക്കുന്നത് ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾക്ക് സ്കൂളിൽ പോയി പഠിക്കണം, എന്നിട്ട് വലിയ ആളാവണം വലുതാകുമ്പം. പിന്നെന്താ ഇവിടത്തെ പോലെ കളിയൊന്നുമല്ല സ്കൂളിൽ, പഠിത്തം മൊത്തം. എനിക്ക് വയ്യ ഇങ്ങനെ പഠിക്കാനായിട്ട്. എനിക്ക് ഇങ്ങനെ വീട്ടിൽ കളിച്ചിരിക്കാനേ എനിക്കിഷ്ടം. എന്തായാലും ചേട്ടനും ചേച്ചി വെക്കേഷൻ കഴിഞ്ഞിട്ട് എന്തായാലും സ്കൂളിൽ പോകത്തില്ലല്ലേ, എന്നോട് കളിക്കണേ. അയ്യോ ഇപ്പൊ അങ്ങ് ഇരിക്കാം, വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകാതെ. ഞങ്ങള് വെക്കേഷൻ കഴിയുന്ന ആ ദിവസം തന്നെ നിങ്ങൾ ഓടിപ്പോ സ്കൂളിലോട്ട്. അയ്യോ ഇപ്പൊ കളിക്കാം, ഞങ്ങൾ സ്കൂളിൽ പോകണം. ഓടി വിടുന്നു. നല്ല വല്ല കളിയും കളിക്കാനാണെങ്കിൽ എന്റെ പറയുന്നവാ, അല്ലാത്ത വേറെ എന്തെങ്കിലും കളിയാണെങ്കിൽ ബാക്കോട്ട് വെക്കും. സ്കൂളിൽ പോയി ഇഷ്ടമല്ല, കളിക്കാൻ ആരില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് തന്നെ പോകും, ചേട്ടനോട് കളിക്കാൻ ഞാനില്ല. ഇവള് പോയോ? ഞാൻ ഓർത്ത് എന്റെ പറയുന്നത് വരുമെന്ന്. അല്ല അവള് വരാത്ത ഞാൻ എന്താ ഒറ്റക്ക് മുറ്റത്തോട്ട് പോന്നേ? അകത്തേനും കുത്തിരിക്കാം. ചേട്ടാ അതാരാണ് പുറമെ ചേട്ടാന്ന് വിളിച്ചേ? കൺമണി മോളെ നീ ആയിരുന്നോ? അതെ ചേട്ടാ ഞാനായിരുന്നേ. അല്ല കൺമണി മോളെ, ഞാനാണെങ്കിൽ അകത്തോട്ട് കയറി വന്നപ്പോ നിന്നെ കണ്ടില്ലല്ലോ. നീ അവിടെ നിൽക്കുവായിരുന്നേ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ ചിലപ്പോ കാണാത്തതായിരിക്കും. അല്ല ഞാൻ അവിടെ നിന്നാണെങ്കിൽ ഇങ്ങോട്ട് ഒളിഞ്ഞു നോക്കി, അപ്പോഴും നിന്നെ കണ്ടില്ലല്ലോടി. കൺമണിമോളെ, കൺമണിമോളെ. ഇവളതോടെ പോയി മുറ്റത്തോട്ട് കളിക്കാന്ന് വരാന്ന് പറഞ്ഞിട്ട് അവളെ കാണുന്നില്ലല്ലോ. നീ ഇവിടെ ഇരിപ്പുണ്ടോ? ഡേ എന്ത് ചെയ്യണ നീ? കൺമണിമോളെ നീ അല്ലടി ഇപ്പൊ എന്നോട് പറഞ്ഞേ മുറ്റത്ത് കളിക്കാൻ വരാന്ന് പറഞ്ഞിട്ട്? നീ അല്ലേ ഇപ്പൊ അടുക്കളയിൽ നിന്ന് പറഞ്ഞത് മുറ്റത്തോട്ട് കളിക്കാൻ വരാന്ന് പറഞ്ഞ്? അടുക്കളയിലൊന്നും വന്നില്ലല്ലോ. ഞാനാണെങ്കിൽ നേരെ ഹാളിൽ നിന്നാണെങ്കിൽ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അല്ല ഞാൻ വേറെ അങ്ങോട്ട് പോയതില്ല. അത് കഴിഞ്ഞിട്ട് അപ്പൊ അതാരാ? ആരെ പറ്റിയാ പറയുന്നേ? ചേച്ചിയെ പറ്റിയാണോ? അല്ല കൺമണിമോളെ, കൺമണിമോളെ. ഈ കൺമണിമോളാണെങ്കിൽ എന്നെ മുറ്റത്തോട്ട് കളിക്കാൻ വിളിച്ചിട്ട് മുറ്റത്ത് നോക്കിയപ്പോൾ അവളെ കാണുന്നില്ല. അവളത് അവിടെ പോയി. കൺമണിമോളെ നീ എവിടെ എന്ത് ചെയ്യാ? ഞാനവിടെ
കൺമണിമോളെ കണ്ട. അവളാണെങ്കിൽ എന്നെ മുറ്റത്തോട്ട് കളിക്കാൻ വിളിച്ചു. ഞാനാണ് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടേ അപ്പുറത്തോട്ട് പോയി. തിരിച്ചു നോക്കിയപ്പോ അവളെ കാണുന്നില്ല. പിന്നെ ഞാൻ ഇവിടെ വെച്ച് അവളെ കണ്ടത്. എന്താ കൺമണിമോളെ ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്നേ? അത് ഞാനപ്പോ കള്ളത്തരം കാണിച്ചു ചേച്ചി. എടി കൺമണിമോളെ, നീ അല്ലേ അടുക്കള വെച്ച് എന്നെ മുറ്റത്തോട്ട് കളിക്കാൻ വിളിച്ചു? എന്നിട്ട് നീ ആണെങ്കിൽ അങ്ങ് പെട്ടെന്ന് ഓടിപ്പോയി. ഞാനാണെങ്കിൽ മുറ്റത്ത് ഇറങ്ങി നോക്കുമ്പോൾ നിന്നെ കാണുന്നില്ല. എന്നിട്ട് നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? എന്റെ പൊന്നു ചേച്ചി പറഞ്ഞില്ല, ഞാൻ ഹാളിൽ നിന്നാണെങ്കിൽ ഈ ബെഡ്റൂമിലുണ്ടായിരുന്നു, അല്ലേ വേറെ ഇങ്ങോട്ട് പോയില്ലെന്ന്. പിന്നെ എന്നെ മുറ്റത്തോട്ട് കളിക്കാൻ വിളിച്ചു നീ അല്ലേ? പിന്നെ എന്റെ പ്രേതമില്ലാണോ? എനിക്കറിയത്തില്ല ചേച്ചി. എന്തിനാ രണ്ടുപേരെ എന്നെ ഇങ്ങോട്ട് വഴക്ക് പറയുന്നേ? വഴക്ക് പറയുന്നതാണ് കാര്യം അന്വേഷിച്ചല്ലേ? സത്യം പറ കൺമണിമോളെ, നീ ഞങ്ങളെ പറ്റിക്കല്ലേ? എന്റെ പൊന്നു ചേച്ചി ചേട്ടാ, ഞാൻ നിങ്ങളെ ഒന്നും പറ്റിച്ചില്ല. സത്യമായിട്ട് ഞാൻ അടുക്കളോട്ട് വന്നില്ലെന്ന്. ഞാനാണെങ്കിൽ ഹാളിൽ നിന്ന് മുറ്റത്തോട്ട് പോവായിരുന്നു. അപ്പൊ നീ ആണെങ്കിൽ ഈ റൂമിലോട്ട് വന്ന് നിന്നെ നോക്കാൻ വന്നപ്പോഴാണെങ്കിൽ എന്റെ പുറകിലാണെങ്കിൽ നീ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട്. അപ്പൊ ഞാൻ നിന്നോട് ചോദിച്ചു നീ എവിടുന്ന് അടി വന്നേന്ന് ചോദിച്ചു. കൺമണിമോളെ, നീ അല്ലേ എന്റെ ബാക്കി വന്നത് ഹാളിൽ വെച്ച്? അത് ഞാനപ്പോ വരാന് ചേട്ടാ. ചേട്ടനാണ് എന്നോട് വഴക്കിട്ടിട്ട് ഞാനാണെങ്കിൽ ഇങ്ങോട്ട് ബെഡ്റൂമിലോട്ട് ഡയറക്റ്റ് വന്നേ, അല്ല ഞാൻ വേറെ കൊണ്ടും പോയില്ല. അപ്പൊ എന്നോട് ഹാളിൽ നിന്ന് സംസാരിച്ചതോ? അത് വഴക്കുണ്ടാക്കിയപ്പോഴല്ലേ സംസാരിച്ചേ? അല്ല, വഴക്കുണ്ടാക്കി കഴിഞ്ഞിട്ട് സംസാരിച്ചായിരുന്നു. അതപ്പം ഞാൻ ചേട്ടന്റെ ബാക്കിലൊന്നും ഇല്ലായിരുന്നു. കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് വരുവാണല്ലോ. കൺമണിമോളെ, നീയാണ് അടുക്കളയിലോട്ട് വന്നത് മുറ്റത്തോട്ട് പോയോ? ഞാൻ അടുക്കളയിലും പോയില്ല, മുറ്റത്തും പോയില്ല. അതപ്പ ആരത്? എനിക്കറിയാം, നിങ്ങളല്ലേ കണ്ടേ. അല്ല, നിങ്ങൾ വെക്കേഷൻ കഴിയുമ്പോ സ്കൂളിൽ പോവോ? പിന്നെ അവൾ സ്കൂളിൽ പോണ്ടേ? എന്തൊരു കഷ്ടം, എന്നെ കളിക്കാൻ പിന്നെ ആരുമില്ല. കളിക്കാൻ ഞങ്ങളെക്കാളും കുറെ ഫ്രണ്ട്സ് കിട്ടും അംഗനവാടി കൊണ്ടുവിടുമ്പോ. എന്നെ അംഗനവാടി ഞാൻ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളു. പിന്നെ വീട്ടിൽ ഇരുന്ന് കളിക്കാനുള്ള പ്രായമല്ല, ഇത് അംഗനവാടി പോണ്ട പ്രായ. ഓടിപ്പോണം കേട്ടോ. ഞാനങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ല. എനിക്കൊരു 10-15 വയസ്സായിട്ടേ പോകത്തുള്ളൂ. പിന്നെ 15 വയസ്സാകുമ്പോ 10ാം ക്ലാസ് ഇരിക്കേണ്ട നീയാ. അപ്പഴത്തേക്ക് അംഗനവാടി ഇരിക്കുന്നു 10 വയസ്സുള്ളപ്പം. ഞാൻ എന്തായാലും അംഗനവാടി പോകത്തില്ല. ഞങ്ങൾക്ക് എങ്ങനെ അംഗനവാടി മോളെ കൊണ്ടുവിടേണ്ടത് ഞങ്ങൾക്കറിയാവേ. ചേട്ടാ മതി ചേട്ടാ വഴക്കുണ്ടാക്കിയത്. കുറെ നേരമല്ല കൺമണിമോളോട് കിടന്ന് വഴക്കിടുന്നു ചേട്ടൻ. വഴക്കിട്ടതാണോടി? കാര്യം പറയുന്നില്ലേ? ചേട്ടനൊന്നും മിണ്ടായിരുന്നോ? കൺമണിമോളെ, നീ ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്ക്. നീ ആണെങ്കിൽ അടുക്കളയിലോട്ട് മുറ്റത്തോട്ട് വന്നോ? എന്റെ പൊന്നു ചേട്ടാ, ഞാൻ അടുക്കളോട്ട് വന്നില്ല, മുറ്റത്ത് വന്നില്ല. ഞാൻ നേരെ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. എത്ര പേരോട് പറയും ഞാൻ? എടി, നിന്നെ പോലത്തെ ഇപ്പൊ വേറെ ഒരാളും കൂടെ ഉണ്ടോ ഇവിടെ? എനിക്കറിയാമോ വേറെ ഒരാളുണ്ടെന്ന് ഇവിടെ എന്നെ പോലത്തെ? എനിക്ക് തോന്നുന്നു ഇവിടെ വേറെ ഏതാണ്ട് ഒരു പ്രേതം ഉണ്ടെന്ന് തോന്നുന്നു. അത് ഈ കൺമണിമോളുടെ വേഷത്തിൽ നടക്കുവാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നതാ. ഓ, പ്രേതം ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. പ്രേതം ഉണ്ടെന്ന് തോന്നുന്നല്ലേ പറഞ്ഞേ? പ്രേതം ഉണ്ടെങ്കിൽ അതിന് തല്ലി ഓടിക്കും. എന്റെ പൊന്ന് കൺമണിമോളെ, ഞങ്ങൾ ഒന്നും പറഞ്ഞില്ലേ. വാടി, നമുക്ക് അപ്പുറത്തോട്ട് പോകാം. പുറത്ത് മരത്തിൽ നിൽക്കുന്ന കിളിക്കുട്ടികൾക്കും കിളിക്കുട്ടന്മാർക്കൊക്കെ വെള്ളം കൊടുത്ത്. നീ വെള്ളം തരുമ്പോ ആ പാത്രം എടുത്തിട്ട് വന്നിട്ട് ഒന്നുകൂടെ വെള്ളം കൊടുക്കണം. നീ ഉച്ചത്തേക്ക് ഇനി ചോറും കറിയൊക്കെ ഉണ്ടാക്കട്ടെ. മക്കൾക്ക് എല്ലാവർക്കും ചിക്കൻ കറി ഇഷ്ടമുണ്ട്. ചിക്കൻ കറി ഉണ്ടാക്കാം. കഥ തുറന്നു വരുന്നേ? കൺമണിമോളെ, നീ ആയിരുന്നോ? അല്ലടി, നീ അടുക്കള നിൽക്കുമല്ലായിരുന്നു ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത്? നീ ഏത് വഴി വന്ന്? ഞാൻ ഏതോ വഴി കൂടെ വന്ന്. ഏതോ വഴി? അതേത് വഴി? ഞാൻ പറഞ്ഞില്ലേ, ഏതോ വഴി കൂടെ വന്ന്. നേരെ അടുക്കള വാതി കൂടെ ഇറങ്ങിയിട്ട് ആ മുറ്റത്തോട് ഇങ്ങോട്ട് വന്ന് കയറാൻ പറ്റില്ല. അതിനേത് വഴി ഏതാ? ഇതാണ് ഏതോ വഴി കൂടെ ഒക്കെ വരുമെന്ന് പറഞ്ഞു. ഇവർക്ക് എന്ത് പറ്റി? എന്ത് പറ്റി കൺമണിമോളെ നിനക്ക്? എനിക്കെന്ത് പറ്റാൻ? നീ എടി പറഞ്ഞേ ഏതോ വഴി കൂടെ വന്നത്? ഏതോ വഴിയൊന്നും ഇല്ലല്ലോ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. എനിക്കറിയത്തില്ല. ഇവൾക്ക് എന്ത് പറ്റി? അറിയത്തില്ലെന്നാ? എന്ത് മനസ്സിലാവുന്നില്ലല്ലോ ഇവള് പറയുന്നേ. എന്തായാലും ആട്ടെ. മക്കളെ, ബാ, ചോറ് റെഡിയായി. ബാ കൺമണിമോളെ, ചോറ് കഴിക്കാവാ. എനിക്കിപ്പോ വേണ്ട ചേട്ടാ ചോറ്. അതെന്താണ് നിനക്ക് വേണ്ടാത്ത? നീ ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് വേണ്ട ചേട്ടാ. രാവിലെ ഞാനേ ഇടിയപ്പം കഴിച്ചില്ലേ? ഇടിയപ്പോ? അതിന് ഇവളിപ്പോ ഇടിയപ്പം കഴിച്ച്? ഇന്ന് അതിന് ദോശയും സാമ്പാറും അല്ലായിരുന്നോ? അപ്പൊ ഇവളിവിടുന്ന് ഇടിയപ്പം കഴിച്ച്? ഇവൾക്ക് എന്ത് പറ്റി? എനിക്ക് കൺമണിമോളെ, നീ അപ്പൊ ഇടിയപ്പം കഴിച്ച്? ഞാനിത് രാവിലെ കഴിച്ചല്ലോ. അമ്മ ഉണ്ടാക്കി തന്ന ഇടിയപ്പം. അതിന് അമ്മ ഇന്ന് ഇടിയപ്പം ഒന്നല്ല ഉണ്ടാക്കിയേ, ദോശ സാമ്പാറും ഉണ്ടാക്കിയേ. അമ്മ എനിക്ക് മാത്രം ഉണ്ടാക്കി തന്ന ഇടിയപ്പം. നിനക്ക് മാത്രം ഇടിയപ്പം ഉണ്ടാക്കി തന്നു? ഞങ്ങൾക്കറിയാം അമ്മ ഒറ്റയ്ക്ക് ഇവൾക്ക് കൊടുത്തേക്കുന്നില്ല ഇടിയപ്പം. ഇപ്പൊ ശരിക്കും മണ്ട ചെറുക്കൻ. ഞാനിപ്പോ പറഞ്ഞത് വിശ്വസിച്ച ചെറുക്കൻ. ഈ വീട്ടിലെ മണ്ടനായ ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ. ഇവരെല്ലാരും വിചാരിച്ചിരിക്കുന്ന ഇവരുടെ മോളാണ് ഞാൻ. മണ്ടന്മാർ, ഞാൻ പ്രേതമാണെന്ന് ഇവർക്ക് അറിയത്തില്ലല്ലോ. എന്തായാലും ഇങ്ങനെ തന്നെ പോട്ടെ. കുറെ നാൾ ഇവിടെ കിടന്ന് രസിക്കാം. എന്നിട്ട് ഒരു ദിവസം ഇവരെല്ലാരും പിടിച്ച് തിന്നണം എനിക്ക്. നല്ല രസമുണ്ട് ഇവരെല്ലാരും പറ്റിച്ചിട്ട് ഇങ്ങനെ ജീവിക്കാനായിട്ട് വീട്ടില്. എന്തായാലും എന്റെ ഈ വേഷം കെട്ടിൽ കുറച്ച് നാളെ പോകത്തുള്ളൂ. ഇവരെല്ലാരും ഞാനൊരു പ്രേതം ഒന്ന് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവരെല്ലാരും പിടിച്ചു തിന്നണം എനിക്ക് ആ സമയത്ത്. അല്ലെങ്കിൽ ഇവരേതെങ്കിലും സ്വാമിമാരെ വിളിച്ച് എന്നെ നശിപ്പിക്കുക ഈ ലോകത്തുനിന്ന് തന്നെ. കൺമണിമോളെ ഇങ്ങോട്ട് വന്നേ.